ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇലയടയാണ്. നമ്മൾ അരിപ്പൊടി വെച്ചും ഗോതമ്പ് പൊടി വെച്ചും നമുക്ക് എങ്ങനെയാണ് ഇലയട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ചേർത്ത് നമ്മൾ ഇളക്കിയെടുക്കണം. ആദ്യം തന്നെ ഒരു തവി വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരല്പം ചൂടാറി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവാക്കി മാറ്റിയെടുത്ത് അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ഇലയടക്കുള്ള മാവ്. അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോതമ്പ് പൊടി ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളം, നമ്മൾ സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒരുപാട് ടൈറ്റായിട്ട് കുഴക്കേണ്ട, കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് കൈകൊണ്ട് പരത്താൻ പറ്റുന്ന പാകത്തിലുള്ള ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ചിരകിയ തേങ്ങയിലേക്ക് നമ്മൾ ഒരു വലിയ അച്ച് ശർക്കര ഇതുപോലെ ചീകിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒരു വാഴയിലയിൽ ആണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇലയിൽ ആദ്യം കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ വളരെ കനം കുറച്ച് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് ഫില്ലിങ് മൊത്തം നിരത്തി കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നു. സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്താൽ അതിൻ്റെ ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് വരും. ഇനി നമ്മുടെ ഗോതമ്പ് മാവ് ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ നേരത്തെ ഉണ്ടാക്കി അതേപോലെ തന്നെ പരത്തിയെടുക്കാം. വെള്ളം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. വളരെ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ നമ്മൾ ഇതിലേക്കും കൂടെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ 2 അടയും 2 തരത്തിലാണ് കുക്ക് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സ്റ്റീം ചെയ്ത് ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഗോതമ്പ് കൊണ്ടുള്ള അട നമ്മൾ ചുട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് അരി കൊണ്ടുള്ള ഇലയുടെയെല്ലാം അതിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗോതമ്പ് ഇലയുടെ ഇതുപോലെ ചട്ടിയിലിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഇലയൊക്കെ നമ്മൾ അടയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകം വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. ഇല ഫുള്ളായിട്ട് ഇളകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പതുക്കെ ഈ ഇലയൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഈ ഇല റിമൂവ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് ഗോതമ്പ് ഫുള്ളായിട്ട് കുക്കാവുള്ളൂ. ഇല വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് ചിലപ്പം കുക്കാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമ്മൾ പതുക്കെ ഇലയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, കുറച്ച് ഭാഗം ഒന്നും കൂടെ വേവാനുള്ളത് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും തന്നെ നല്ല കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവിയിൽ വെച്ച ഇലയടയാണിത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷനാണിത്. നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്ന അതേ ഇതുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ തന്നെയാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.